ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ട്സായ നിങ്ങൾ ഓരോരുത്തരോടും ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഹാപ്പി ചിൽഡ്രൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിയുടെ ബർത്ത്ഡേ ആണ്, പിറന്ന നാളാണ് നമ്മൾ നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയി ആഘോഷിക്കുന്നത്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കുട്ടികളെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു നെഹ്റു. റോസാപ്പൂ എപ്പോഴും നെഹ്റു തൻ്റെ പോക്കറ്റിനോട് ചേർത്ത് വെച്ചിരുന്നു. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കുട്ടികളെ അദ്ദേഹം റോസാപ്പൂക്കളെ പോലെ സ്നേഹിച്ചിരുന്നു എന്നും പറയുന്നു. അപ്പോൾ കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്നാണ് വിളിച്ചിരുന്നത്. ഇത് നമുക്കറിയാം. പിന്നീട് ശിശുദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ ക്ഷേമവും കുട്ടികളുടെ അഭിവൃദ്ധിയും. ഇത് അവകാശങ്ങൾ, അതുപോലെ തന്നെ ക്ഷേമം, വിദ്യാഭ്യാസം, ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം പ്രധാനമായി വിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശിശുദിനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്, നല്ല രീതിയിൽ വളരാനുള്ള അവകാശമുണ്ട്. അത് ഒരുക്കി കൊടുക്കുന്നത് തുടക്കത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്, രക്ഷകർത്താക്കളിൽ നിന്നും. അത് കഴിഞ്ഞ് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നുമൊക്കെയാണ് അവരുടെ മാനസികമായ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് ഓരോരുത്തർക്കും, രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും നല്ല രീതിയിലുള്ള പങ്കുണ്ട് എന്നുകൂടി വിളിച്ചറിയിക്കുന്ന ഒരു ദിവസമാണ് ഈ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത്. ഓരോ കുട്ടിയും ഭാവിയുടെ വാഗ്ദാനമാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് കുട്ടികൾക്കും കുട്ടികളുടെ അമ്മമാർക്കും വേണ്ടി എത്ര കാശ് നമ്മൾ ചിലവാക്കുന്നതും ഒരു നഷ്ടമല്ല എന്നാണ് നെഹ്റു വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാഠഭാഗം തന്നെയുണ്ട്. അതിലാണ് കല്ലിനുമുണ്ട് കഥ പറയാമെന്നൊരു പാഠഭാഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ നെഹ്റു തൻ്റെ മകൾക്കയച്ച കത്തുകളിൽ അദ്ദേഹം പറയുന്നു പല കാര്യങ്ങൾ, കുട്ടികളെക്കുറിച്ചും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തിനെക്കുറിച്ചും പൈതൃകത്തിനെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന കത്തുകളാണ്. അത് പിന്നീട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ശിശുദിനം ഓരോ സ്കൂളുകളിലും വ്യത്യസ്തമായ രീതികളിലാണ് ആഘോഷിക്കുന്നത്. ചില സ്കൂളുകൾ അത് അവധിയായി പ്രഖ്യാപിക്കുമ്പോൾ മറ്റു ചില സ്കൂളുകളിൽ ചിൽഡ്രൻസ് ഡേ അന്ന് വിവിധ കലാപരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്കൂളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കലാപരിപാടികൾ, പലതരത്തിലുള്ള കലാപരിപാടികൾ ചിൽഡ്രൻസ് ഡേ എന്നും ടീച്ചേഴ്സ് ഡേ എന്നും ഒക്കെ ഉണ്ടാകാറുണ്ട്. വളരെ സന്തോഷകരമായ കുറേ നിമിഷങ്ങളായിരിക്കും അത്. അപ്പോൾ കുറേ പേര് നെഹ്റുവിൻ്റെ വേഷം, അതായത് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. പിന്നെ കുറച്ച് പേര് ഇന്ദിരാഗാന്ധിയുടെ വേഷം ഇട്ട് വരുന്നു. സരോജിനി നായിഡു, നമ്മുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ വേഷം. അങ്ങനെ ഓരോരുത്തരുടെയും വേഷവിധാനങ്ങളിൽ കൊച്ചു കുട്ടികളിങ്ങനെ വന്ന് നിരന്ന് നിൽക്കുന്ന കാഴ്ച തന്നെ കണ്ണിന് വളരെയേറെ സന്തോഷമേകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഓരോ കുട്ടികളെയും വളർത്തിക്കൊണ്ട് വരുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചിൽഡ്രൻസ് ഡേ വിഷസ് അറിയിക്കുകയാണ്. ഓരോ കുട്ടികളെയും എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യമായാലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിയുക. അതുപോലെ കുട്ടികളെ വളരെയധികം ശ്രദ്ധയോടെ, കരുതലോടെ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാരൻസും അധ്യാപകരും ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല. കുട്ടികളെ വഴക്ക് പറയേണ്ട സാഹചര്യങ്ങളിൽ വഴക്ക് പറയുകയും തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും വീണ്ടും അവരെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിന് ആത്മാർത്ഥമായ സോറി പറയാൻ ചെറുതിലേ മുതലേ അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും
കടമയാണെന്ന് കൂടി വിശ്വസിക്കുക. കാരണം നമ്മൾ ചെറുതിലേ പഠിപ്പിക്കുന്ന ശീലങ്ങളാണ് അവർക്ക് എത്ര മുതിർന്നാലും അവരുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഡിസിപ്ലിൻ ആവശ്യമാണോ എന്നത് ഒരു ചോദ്യമാണ്. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മളൊരു പട്ടം, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഒരു പട്ടം നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ അതിൻ്റെ നൂലൊന്നുമില്ലാതെ ഒരു പട്ടം ആകാശത്തേക്ക് ഉയർത്തി വിട്ടാൽ ആ പട്ടം എവിടെയെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലും കല്ലുകളിലോ പാറക്കൂട്ടങ്ങളിലോ പോയി തകർന്നു പോകും അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു കടിഞ്ഞാൺ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഫ്രീഡം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാവി ഏത് ദിശയിലേക്കാണ് തിരിയുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വേണ്ട സമയത്ത് തന്നെ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന ഉത്തമ ബോധ്യമുണ്ട്. അതിന് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണിത്. പറയുന്നതിൻ്റെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം പണ്ടത്തെ സാഹചര്യത്തിലല്ല ഇപ്പോൾ നമ്മുടെ മക്കളുള്ളത്. അവർ ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണുള്ളത്. ടെക്നോളജിക്ക് നല്ല വശങ്ങളുള്ളതുപോലെ തന്നെ ചീത്ത വശങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ പണ്ടത്തേതുപോലല്ല. നമ്മൾ അവരോട് പറയുമ്പോൾ അവർ നമ്മളോട് തർക്കിക്കാനും അതുപോലെ തന്നെ വാദിക്കാനും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി നമ്മൾ അവരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ആവശ്യത്തിൽ കൂടുതലുള്ള കൺട്രോൾ ചെയ്ത് അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കുട്ടികളെ ടോർച്ചർ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എപ്പോഴും ഒരു ഗൈഡൻസ് ആവശ്യമുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കുട്ടികളോട് സ്നേഹമായി പെരുമാറുന്നതിനോടൊപ്പം തന്നെ അവരേത് വഴിക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുമക്കൾ നമുക്ക് മാത്രമല്ല ഉപയോഗപ്രദമാവുക, അത് സമൂഹത്തിനും നാളെ രാഷ്ട്രത്തിനും ഒരു വലിയ മുതൽക്കൂട്ടായി അവർ മാറും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ചിൽഡ്രൻസ് ഡേ വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. വീണ്ടും കാണാം കേട്ടോ അടുത്ത വ്ളോഗിലൂടെ. താങ്ക് യു സോ മച്ച്.